വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ എവിടെ പോകുന്നത്? ജയനഗറിലേക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ അവസാനമായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കുറച്ചുകൂടെ ഞാൻ അവിടേക്ക് എത്താറൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പറഞ്ഞു തരുമല്ലോ. അപ്പം ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യണം. നമ്മെ എന്നോട് കുറേ ദിവസങ്ങളായിട്ട് പറയണം. ഞാൻ മടി മേടിച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഫൈനലി ഓട്ടോ വന്നെന്ന് പറഞ്ഞാണ് നമ്മൾ. ഇന്ന് ഫൈനലി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ജയനഗറിൽ പോയിട്ട് കുറച്ച് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള കുറച്ച് ഡ്രസ്സസ് എനിക്ക് മേടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് സൗമ്യയോട് ചെരുപ്പ് നിൽക്കാറ് പോയിട്ടുണ്ട്. അപ്പം ഞാനും ഇവളും കൂടെയാണ് പോകണം. സൗമ്യ വരേണ്ടതായിരുന്നു. അപ്പോഴത്തേക്ക് അവളെയും കൂട്ടിയിട്ട് ഒന്നുകൂടെ പോകണം. അപ്പോൾ എന്തായാലും ഇന്ന് പോയി ഷോപ്പൊക്കെ ചെയ്തിട്ട് നല്ല ഡ്രസ്സസൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അതിന് മുമ്പ് ഈ ഷോപ്പ് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഓട്ടോ പിടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ച് ഇതാ വരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ച് അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ച് ഓട്ടോ കാശ് മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു നല്ല രീതിയിൽ പൊട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടർ കിട്ടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മറ്റേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഫേമസ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം ആദ്യം. അതാകുമ്പോൾ അവിടെ പോയി സ്കൂട്ടർ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എടുക്കാമല്ലോ. അപ്പം ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ എന്നെ തെറി വിളിക്കും. ഓക്കെ ഗൈസ്. എടി ബാഗിനകത്ത് എന്തൊക്കെയാ എടുക്കണ്ടേ? ചാർജർ. എടി ബാഗാണ് പേഴ്സ്. അത് ശരി, കള്ളി. വേറെ ഒന്നും എടുക്കണ്ടല്ലോ. വിളിച്ചെടുക്ക്. അയാളെ വിളിച്ചിട്ട് പറ ഇപ്പൊ വരുന്നു മോളെ. നീ എടുത്തില്ലേ? എടുത്തിട്ട് പറ ഇപ്പൊ വരുന്ന്. നിക്ക അതാ വരുന്ന. ആ പുള്ളിയോട് പറഞ്ഞാ മതി. പുള്ളി പാവം മനുഷ്യനായിരിക്കും. അല്ല എനിക്ക് പൈസ എടുക്കണടി. അതാ സീൻ 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 സീൻ. ഓക്കെ കമേങ്. മാറിയിരിക്കും അങ്ങോട്ട്. അപ്പൊ നമ്മൾ ഇറങ്ങി. എന്തെങ്കിലുമൊക്കെ പറയൂ. എന്തൊക്കെയാണ് നിനക്ക് ഷോപ്പേ ഉള്ളത്? വീഡിയോസ് ആണെന്ന്. അപ്പൊ എന്തൊക്കെ ഷോപ്പേ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം എടി. അതുകൊണ്ട് നമ്മൾ ഇവക്ക് ഷോപ്പ് ചെയ്യാറുണ്ട്. ആക്ച്വലി പറഞ്ഞു ഇല്ല ഗൈസ്, അറിയില്ല. അവിടെ പോയി നോക്കിയിട്ട് നല്ലതൊക്കെ കാണാൻ മാത്രം നമ്മൾ എടുക്കുള്ളൂ അല്ലേ? എനിക്ക് എന്തായാലും ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ സ്കൂട്ടർ ചെറുതായിട്ട് പോയി ഇസ്കാൻ വേണ്ടി പോകണം. കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ, അവന്മാർ കാണ്ട് എടുത്തോണ്ട് വരാൻ പറ്റില്ല. അപ്പൊ ചോദിച്ചിട്ട് എടുത്തോണ്ട് വരണം. ഓക്കെ, ഇവിടെ വായി നോക്കി ഇരിക്കുക ആൾക്കാരെ മൊത്തം. ഓട്ടോയിൽ ഇരുന്നോണ്ടിരുന്നത് അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ ഇങ്ങനെയൊക്കെ വായ തുറന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു അടച്ച് ഈച്ചെല്ലാം കയറും. ട്രാഫിക് നോക്കി നിൽക്കുന്നത് നമ്മുടെ വലിയ ടാസ്ക് ആണല്ലോ. നമുക്ക് വലിയ പണിയാണ് ട്രാഫിക് നോക്കുക. ഇപ്പൊ ഞാൻ ആ ചെറുക്കനെ പായം വിളിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. വയ്യേ റൈറ്റ്. ഞാൻ വഴി പറഞ്ഞു കൊടുക്കും. നമുക്ക് എത്തണ്ട സ്ഥലത്ത്. നിന്നെ പോലെ ഇങ്ങനെ അപ്പത്തേക്ക് നോക്കി സ്ഥലത്ത് എത്തൂല. സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കണം. നേർ വഴി. അത് ഞാൻ സമ്മതിക്കും. പക്ഷെ ബാക്കിൽ ഒരു പെൺകുട്ടിയുണ്ട് ഗൈസ്. അപ്പൊ നമ്മളങ്ങനത്തെ തെമ്മടത്തിനൊന്നും കാണിക്കുന്നത് പയ്യല്ലോ. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് പൊക്കോട്ടെ. ഓക്കെ, മോൻ കാണിക്കേ. സ്കീ കെട്ടി. പക്ഷെ ഇവൻ തരുന്നില്ല എന്ന് പറഞ്ഞു. ഇവൻ ഏതാ കാണിച്ചു കൊടുക്ക. അപ്പൊ ശരി എന്നാ ബൈ. താങ്ക്സ് ഫോർ ദ കീ. താങ്ക്സ് ഫോർ ദ വെഹിക്കിൾ ടു ദിദിൻ. ഓക്കെ ശരി ബൈ. Get the fuck out of here. ബൈ ബൈ. ഗൈസ് ഞങ്ങള് 2 ഹെൽമെറ്റും വാങ്ങി കീയൊക്കെ ഇസ്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ആദ്യം ഞങ്ങൾ സിനിമയ്ക്കാണ് പോകുന്നത്. എന്റെ അമ്മ ഇത് കണ്ടാണ്ടല്ലോ. എന്നെ ഒരു സിനിമാ ഭ്രാന്തി എന്നാണ് അമ്മ വിളിക്കാറുള്ളത്. ഓക്കെ, ആ സ്കൂട്ടർ ആരും എടുത്തോണ്ട് പോയി. അപ്പൊ നമുക്ക് സ്കൂട്ടർ ഇല്ല. അപ്പൊ നമ്മൾ ചെറുതായിട്ട് പിന്നെയും പോസ്റ്റ് ആയി. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് കാണിച്ച അഹങ്കാരമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി. അപ്പൊ ഇപ്പൊ നമ്മള് പിന്നെ ഓട്ടോ ബുക്ക് ചെയ്ത് ഓട്ടോയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സ്കൂട്ടറിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ, ആ ഒരു രോദനത്തിൽ, ആ ഒരു സങ്കടത്തിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് പ്രതിഷേധം ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ പ്രതിഷേധം. ഇതിനോടുള്ള നിന്റെ ആദർശങ്ങൾ പറയൂ. കാറ്റ് കയറാണ്ടിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഹെൽമെറ്റ് പോലല്ല. ഈ ഹെൽമെറ്റ് ഗൈസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പോട്ടെ. ഹായ്നാനിക്ക് ഇനി ഹായ്നാനിക്ക് കയറി കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ
ഒരു തീരുമാനം. എന്റെ ദൈവം പിരികൊക്കെ വളർന്ന് പന്തിരിച്ച് അതൊക്കെ ത്രട്ടയാണ് കേട്ടോ ഗൈസ്. അപ്പം ഓക്കെ വി ആർ ഗോയിങ്. പോപ്കോൺ വേണോ? ഇത് ഇതേപോലെ അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞെടുക്ക്. ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം സൗമ്യ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ സിനിമ കാണുന്ന രീതിക്ക് തന്നെ ഇറങ്ങി രാവിലെ. അതിന് ഷോപ്പിംഗും ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പരിപാടി ഉണ്ടല്ലോ. അപ്പം എന്റെ കസിൻ ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ വേഗം കണ്ടിട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ പോയി ആദ്യം എവിടെ പോയത് ഫോറം മോളിൽ പോയി. സബ് ടൈറ്റിൽ ഇല്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഓടി. തെലുഗു സബ് ടൈറ്റിലാണ്ട് കാണുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചത്. സൗമ്യക്ക് തെലുഗു അറിയാം, ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാം. ഞങ്ങള് പഠിച്ചതിന് മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റോയൽ മീനാക്ഷി മോളിലോട്ട് ഓടി. അതൊരു 1/4 മണിക്കൂറുണ്ട് ആ സ്ഥലം. എന്നിട്ട് അവിടെ പോയിട്ട് ചോദിച്ചപ്പോ അവിടെ സബ് ടൈറ്റിൽ ഇല്ല. അപ്പൊ നമ്മൾ അവിടുത്തെ പിന്നെയും 3G ആയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് നടന്നത്. എന്റെ ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ അതും ഇല്ല. ഒരു ദിവസം. പക്ഷെ ഇന്ന് എന്തായാലും നമ്മൾ കണ്ടിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതെ. ആൾക്കാരൊക്കെ ഇവിടെ നോക്കുക, ഇത് ഏതായി അന്യഗ്രഹി ജീവി എന്നും പറഞ്ഞിട്ട്. ഞങ്ങൾ സിഗ്നലിലൊക്കെ നിന്നപ്പോ ഒരാളുണ്ട് ഇവിടെ നോക്കുന്നത്. എന്താ നടക്കണെന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ഹെൽമെറ്റ് ഇല്ല. ആൾക്ക് എന്റെ ഹെൽമെറ്റ് വേണ്ടിയിട്ടില്ല. എന്തെന്ന് ആൾക്ക് ഹെൽമെറ്റ് ഇല്ല. ആൾക്ക് എന്റെ ഹെൽമെറ്റ് വേണ്ടിയിട്ടില്ല. കണ്ടിലിരിക്കുന്നത് റോഡ്. ഒബീഡിയൻ ഗേളാ, മിണ്ടത്തില്ല. ഇനി മുകളിലെത്തുന്ന വരെ അങ്ങനെയാ. ഓക്കെ. ഈ കുങ്കുമ വഴി. പിന്നെ സബ് ടൈറ്റിൽ നെഹിഹു പിന്നെ ഇതായി, പിന്നെ ഫ്ലോപ്പായി. ഇവളെ കൊണ്ടുപോകുന്നോണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവളെ കൂട്ടുന്നില്ല ഞാൻ സിനിമയ്ക്ക് പോകുമ്പോ. എന്റെ കുറ്റമല്ല, ആ സിനിമയ്ക്ക് സബ് ടൈറ്റിൽ ഞാനൊന്ന് പറയട്ടെ ഗൈസ്, ഒരു കാര്യം നിർത്തി. ഇവിടെ ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നമ്മള് എത്രാമത് തവണ, 2ാമത് തവണ നല്ല മൂന്നാമതാണ് ഫ്ലോപ്പായിട്ട് ഫ്ലോപ്പ് ആവുന്നത്. മടുത്തു ഞാൻ നിർത്തി. നമുക്ക് ഈ സിനിമ കാണാനുള്ള യോഗ അപ്പൊ നമ്മൾ നിർത്തിയ പരിപാടി. ഓക്കെ, അപ്പൊ നമുക്കിനി ഷോപ്പ് ചെയ്യാൻ പോകാം. അത് ഈ മോളിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ കണ്ടുകൊണ്ട് പോയി നോക്കിയിട്ട് നമുക്കതിന് ജയനഗർ പോകാം. ഓക്കെ, ബൈ. ഇത് പറ്റുന്ന തോന്നുന്നു. എല്ലാം ഭയങ്കര പൈസയാണ്, എല്ലാം ഭയങ്കര പൈസയാണ്. അമ്മ എന്നെ കൊന്നു കളയും എന്നൊക്കെ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞു. എന്താ ചെയ്യാ ഗൈസ്, വാട്ട് ടു ഡു. കുറെ ജിൽജിൽ സാധനങ്ങൾ. ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഈ കിടക്കുന്ന തുണി നമ്മുടെ അല്ല, വേറെ ആരുടെയാണ്. അപ്പൊ നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ പോട്ടോ. ഇട്ട് നോക്കിയിട്ട് അറിയാം എന്താ അവസ്ഥ. ഗൈസ് ഇത് കറക്റ്റില്ല. എന്റെ ബാക്ക് ഓപ്പൺ ആയിട്ടായിരിക്കുന്നത്. ഞാൻ സിപ്പ് ഇട്ടിട്ടില്ല. പക്ഷെ ഇത് രസമുണ്ടോ എന്തോ പോലെ, പക്ഷെ ഷാബി ആയിട്ടുണ്ട്. നൈറ്റ് പോലെ ഉണ്ട്. നൈറ്റ് പോലെ ഉണ്ട്. നൈറ്റ് പോലെ ഉണ്ട്. ഇവിടെ കണ്ടോ? ആക്ച്വലി ഒരു തൃപ്തതയില്ല. ഇല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്തോ വെറുതെ ചെയ്ത പോലെ ഉണ്ട് അല്ലേ. ഇത് വേണ്ടല്ലോ. നമുക്കെന്നാ നമ്മുടെ ജയനഗറിലോട്ട് വിട്ടാലോ? ജയനഗറിലേക്ക് പോകണം. ഇതിലൊക്കെ വെറുതെ പൈസ. ഓക്കെ, ശരി. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജയനഗറിലേക്ക് പോയി. ജയനഗറിൽ ഞങ്ങൾ മിക്ക സമയത്ത് പോകുന്നൊരു ഷോപ്പുണ്ട്, ഈ വെസ്റ്റേൺ ആയിട്ടുള്ള നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണെങ്കിൽ ആലിയക്കട്ടിൻ്റെ ഒരു സെറ്റ് കണ്ടു. അപ്പോൾ അത് മേടിക്കണോ, പോകുന്ന സ്ഥലം കുറച്ചൊരു ട്രഡീഷണൽ സെറ്റപ്പും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനത്തെ ഡ്രസ്സാണ് മേടിക്കുന്നത് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. കോഡ്സ്, ഡ്രസ്സസ്, ലൈക്ക് ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കടയിൽ പോയതാണ്. അപ്പം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിലതൊക്കെ ഇങ്ങനെ എടുത്ത് കോഡ്സ് ചിലതൊക്കെ നല്ലതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മേടിച്ച് കഴിഞ്ഞാൽ ശരിയാവും. കാരണം അവിടെ ട്രയൽ റൂമില്ല. അപ്പം നമ്മൾ തിരിച്ച് വന്ന് ട്രയലിട്ട് നോക്കിയിട്ട് അത് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യണം. അത് പിന്നെയും നമ്മൾ ആ കടയിലേക്ക് തന്നെ പോകണം. അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ 100 പണിയാണല്ലോ അതൊക്കെ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി കറക്റ്റായിട്ടുള്ള മേടിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊരു 3 തുണി മേടിച്ചു കേട്ടോ. ഒരു ഏകദേശം ഒരു 3 തുണി മേടിച്ചു. പക്ഷേ ഇട്ട് നോക്കിയിട്ടില്ല, ട്രയൽ സമ്മതിക്കത്തില്ല. പിന്നെ ഒന്നുകൂടെ നോക്കണം, നമുക്ക് തപ്പിയിട്ട് വരാം.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടയിൽ കയറി. അവിടെ ഇങ്ങനെ കോട്ട് സെറ്റ്സും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പിനാണെങ്കിൽ ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ അത്രയും വേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ നിന്നൊന്നും വാങ്ങാൻ നിന്നില്ല. നമ്മൾ പിന്നെയും കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ മടുത്തിട്ടിരിക്കും കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ പുറത്തിങ്ങനെ ഇങ്ങനെ തെണ്ടി നടക്കുവാണ്. ഒരു സാധനം കൂടെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നല്ലത് കിട്ടുമോ നോക്കണം, എന്നിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി കഴിഞ്ഞു. ഇത്രയുണ്ട്, ഇതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. പിന്നെ ഇവളുടെ കയ്യിൽ ഒരു കവറും കൂടെ ഉണ്ട്. ഓഹോ, എൻ്റെ വാട്സപ്പാണ് കണ്ടത്. അച്ഛനാ വേറെ. അപ്പം കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് പോവാൻ മടുത്തു. ഓക്കെ, നമ്മൾ തിരിച്ചു പോയിട്ട് ഒരു ദിവസം കൂടെ ഇറങ്ങേണ്ടി വരും. അതെന്നാ അറിയത്തില്ല. ഇപ്പം തൽക്കാലമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി. ഇനി തിരിച്ച് നമുക്ക് വീട്ടിൽ പോയി എന്തായാലും രണ്ടേ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇതിലായിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി തിരിച്ചെത്തിയിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന സമയത്താണ് ഇവന്മാരുടെ കോള് വരുന്നത്. വാ നമുക്കൊന്ന് പുറത്ത് വരും, സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത് സമയം ഇവന്മാർ എന്നെ കൂട്ടാ അതും പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്. അത് എപ്പോഴും ഞാൻ വീഴുകയും ചെയ്യും. പോയി നോക്കുമ്പോൾ ആരും ആയിരിക്കത്തില്ല, ഇവന്മാർ തന്നെയായിരിക്കും, വേറെ ആരും ആയിരിക്കത്തില്ല. ഇവരുടെ അവിടെ എന്തോ പുതിയ എന്തോ കട്ടിൽ മേടിച്ചു എന്നിട്ട് അതിന് ബെഡ്ഷീറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതാണ് ഈ കാഴ്ച. ഏവനെല്ലാം നോക്കട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഒരുത്തി ഓൾറെഡി പടമായി. ഞാനൊന്ന് സ്പാർ വരെ പിന്നെ പോകേണ്ട ആവശ്യമുണ്ടായിട്ട് അവന്മാരുടെ കൂടെ കാണിച്ചല്ലോ. എന്നിട്ട് പോയിട്ട് അവന്മാർക്ക് ബെഡ്ഷീറ്റൊക്കെ മേടിക്കണം. എന്നിട്ട് ബെഡ്ഷീറ്റ് മേടിക്കാൻ വേണ്ടി നടന്ന് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സ്പാർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലത്തെ ബഹളം ഉണ്ടാക്കി നടക്കുമായിരുന്നു. അത് കൂടെ അതിൻ്റെ എങ്ങനെയൊക്കെയോ വലിച്ചു വന്ന് ഞാൻ അവസാനം തിരിച്ച് പി ജിയിൽ വന്ന് എല്ലാം പടുത്തു. ഞാൻ എല്ലാം ഇട്ട് നോക്കിട്ടോ, ഡ്രസ്സെല്ലാം. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ടോപ്പ് മാത്രം നെക്ക് ഭയങ്കര ഡീപ്പാണ്. അപ്പം അത് അമ്മ ഇച്ചിരി അധികം സീനാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്ചേഞ്ച് ചെയ്യണോ ഓർ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടില്ല. സോ നമുക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.